കൈരളിയും പോലെ തന്നെ മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടർ, അതുപോലെ തന്നെ 24, മീഡിയ വൺ, എല്ലാ ചാനലുകളിലും എൻ വാസു വന്നിരുന്ന് തള്ളി മറിക്കുമായിരുന്നു. ആങ്കർമാരെ തെറി പറയുമായിരുന്നു. അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അയാൾ കള്ളനാണെന്ന്. പക്ഷെ അയാൾ വല്ലാത്ത രീതിയിലാണ് ചാനലുകളെ തെറി പറഞ്ഞത്. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, അതാരാണ്, കള്ളത്തരമാണ്, ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലാണ് വാസു പൂണ്ടാടിയത്. അങ്ങനെ വല്ലാതെ ആടിയപ്പോഴും ഒരു വശത്ത് അദ്ദേഹത്തിനുള്ള തെളിവുകൾ SIT ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ചെറിയ മീനല്ല. ഈ സ്രാവുകളിൽ ഏറ്റവും വലിയ സ്രാവാണ്. പത്മകുമാറിനേക്കാൾ വലിയ സ്രാവാണ്. പത്മകുമാർ MLA ആയിരുന്നു, അല്ലെങ്കിൽ പത്മകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ്, കോളനി പ്രസിഡന്റ് ആയിരുന്നു, ഒക്കെയാണ് ശരിയാണ്. പത്മകുമാറാണ് അടുത്ത് നിൽക്കുന്നത്, പൊങ്ങാൻ നിൽക്കുന്ന അടുത്ത ലിസ്റ്റിൽ പത്മകുമാറാണ്. പത്മകുമാർ പൊങ്ങാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. പിന്നെ പ്രശാന്ത് പൊങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം 25-ലും കൊടുത്തിരിക്കുന്ന പ്രശാന്ത് പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറെ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് പൊങ്ങാനുള്ളത്. പക്ഷെ ഈ വാസു ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ്. TK രാമകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ ആ മന്ത്രിസഭയിൽ മന്ത്രിയുടെ ഓഫീസിലെ മുടിചൂടാ മന്നൻ എല്ലാം തീരുമാനിക്കുന്നത് വാസു. അത് കഴിഞ്ഞിട്ട് അന്ന് ഇനി വേറെ കഥകളുണ്ട്. ഇപ്പൊ TK രാമകൃഷ്ണന്റെ കഥ ഇപ്പൊ പറയുന്നത് ശരിയല്ല. പക്ഷെ എങ്കിൽ പോലും അബ്കാരി, മദ്യം, എക്സൈസ് വകുപ്പ് TK രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. അബ്കാരികളെ നിയന്ത്രിച്ചിരുന്നു. അത്ര വലിയ ആളായിരുന്നു. അതിനുശേഷം അദ്ദേഹം ദേവസ്വം ബോർഡിൽ വരുന്നു. കമ്മീഷണറായിട്ടാണ് വരുന്നത്. കമ്മീഷണറായിട്ട് വന്നതിന് ശേഷം പ്രസിഡന്റ് എന്നും അദ്ദേഹത്തിന് ഒരു വിഷയമേ അല്ലായിരുന്നു. കാരണം പിണറായി വിജയന്റെ ഒരു ബന്ധം, AKG സെന്ററിലെ ബന്ധം, CPM ആയിട്ടുള്ള ബന്ധം, പരമ്പരാഗത ഒരു CPM കാരൻ, അതുപോലെ പരമ്പരാഗത CPM കാരനായ പത്മകുമാറിനെ പോലും മൈൻഡ് ചെയ്യാതെ അങ്ങ് മുടിച്ചു വാരുകയായിരുന്നു ശബരിമലയിൽ. പക്ഷെ തെറ്റിപ്പോയത് ഏതെങ്കിലും കോർപ്പറേഷൻ, കശുവണ്ടി കോർപ്പറേഷനിലോ അല്ലെങ്കിൽ കള്ളു വ്യവസായ കോർപ്പറേഷനിലോ ഏതെങ്കിലും കോർപ്പറേഷനിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയിരുന്നു ചെയ്തിട്ട്, ഇപ്പൊ കരിവന്നൂർ പോലുള്ള ബാങ്കിലൊക്കെ പോയിട്ട് ചിലപ്പോൾ രക്ഷപ്പെടാം. പക്ഷെ അയ്യപ്പൻ്റെ അടുത്ത് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല.